ജൂൺ 15-16 തീയതികൾ 2020 ആ ദിവസങ്ങൾ ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ ഒരു വിങ്ങലാണ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ഓർമ്മയല്ല, മായാത്ത മുറിവാണ്. ജൂൺ 16 ഷീ ജിൻപിങ് ഒരിക്കലും മറക്കില്ല. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ MM നരവാനെയാണ്. എന്തുകൊണ്ടാണ് ചൈന ആ ദിവസത്തെ ഭയക്കുന്നത്? ഈ പരാമർശം ഇന്ത്യൻ പാർലമെന്റിൽ വലിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയത് എങ്ങനെയാണ് നോക്കാം. മുൻ ഇന്ത്യൻ കരസേനാ മേധാവി MM നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ആത്മകഥയിലെ ചില പരാമർശങ്ങൾ ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഗാൽവാൻ ഏറ്റുമുട്ടലിൽ ചൈനയ്ക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് നരവാനെ എഴുതിയ വരികൾ രാഹുൽ സഭയിൽ വായിക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഓം ബിർളയും സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇതിനെ ശക്തമായി എതിർത്തു. പക്ഷെ ഈ രാഷ്ട്രീയം ബഹളങ്ങൾക്കപ്പുറം ജനറൽ നരവാനെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജൂൺ 16 ഷീ ജിൻപിങ്ങിന്റെ ജന്മദിനമാണ്. കൃത്യം ആ ദിവസം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ചൈനീസ് പട്ടാളത്തിന് ഹിമാലയൻ അതിർത്തിയിൽ വെച്ച് മാരകമായ ആൾനാശം നേരിടേണ്ടി വന്നു. അത് സമ്മാനിച്ചത് ഇന്ത്യൻ സൈന്യമാണ്. 2020 ഗാൽവാൻ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ച് വേദന നിറഞ്ഞതായിരുന്നു. കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെ 20 വീരജവാന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ മറുവശത്ത് സംഭവിച്ചത് ചൈന പുറത്തുവിട്ടതിലും എത്രയോ ഭീകരമായ നാശനഷ്ടങ്ങളായിരുന്നു. ജനറൽ നരവാനെ 2023 നൽകിയ ഒരു അഭിമുഖത്തിലും തന്റെ കുറിപ്പുകളിലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി ചൈനീസ് സൈന്യം കനത്ത തിരിച്ചടി നേരിട്ടു, അതും അവരുടെ പ്രസിഡന്റിന്റെ ജന്മദിനത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ആ ദിവസം അവർക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ കഴിയില്ല. ചൈനീസ് സൈന്യം തോൽപ്പിക്കാൻ കഴിയാത്തവരാണ് എന്ന മിഥ്യാധാരണ അന്ന് ഇന്ത്യൻ സൈന്യം അങ്ങ് തീർത്തു കൊടുത്തു. അയൽക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന പഴയ രീതിയല്ല ഇന്ത്യയുടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത നിമിഷങ്ങളായിരുന്നു അത്. ഇനി പാർലമെന്റിലെ വിഷയത്തിലേക്ക് വന്നാൽ, അഗ്നിവീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് രാഹുൽ ഗാന്ധി നരവാനയുടെ ഈ വാക്കുകൾ ആയുധമാക്കിയത്. BJP MP തേജസ്വി സൂര്യ കോൺഗ്രസിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടിയായിട്ടാണ് രാഹുൽ ഈ വിഷയം ഉയർത്തിയത്. എന്നാൽ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. ഒന്ന്, പാർലമെന്ററി ചട്ടങ്ങൾ പാലിക്കാതെ ആധികാരികത ഉറപ്പില്ലാത്ത ഉറവിടങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധിക്ക്. 2, നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വിട്ടുകൊടുത്തത് പോലെയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അതിർത്തിയിൽ 1 ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് കർശന നിലപാടാണ് സൈന്യവും സർക്കാരും സ്വീകരിക്കുന്നത് എന്ന ഭരണപക്ഷം വാദിക്കുന്നു. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ എന്തു തന്നെയായാലും അതിർത്തിയിലെ യാഥാർത്ഥ്യം ഒന്നു മാത്രമാണ്. 1962 ഇന്ത്യ അല്ല 2026 ഇന്ത്യ. ഗാൽവാനിൽ നൽകിയ മറുപടി ബീജിങ്ങിനുള്ള ശക്തമായ താക്കീതാണ്. ഷീ ജിൻപിങ്ങിന്റെ ജന്മദിനത്തിൽ ഇന്ത്യൻ സൈന്യം നൽകിയ ആ സമ്മാനം ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.